നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും ഇന്ന് ഒരു രക്ഷയില്ല, അപാരമായ ചൂട്. എന്തായാലും ഇന്ന് നമ്മൾ തിരുവനന്തപുരത്തുണ്ട്. ഇത്രയും ചൂടിലാണെങ്കിൽ നല്ല വേർക്കുന്നു. ഇവിടെ കുറച്ച് പേര് നമ്മൾ ഒരു 5 മിനിറ്റിലായില്ല ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല വേർക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടത്തിനടുത്ത് കൊളത്തൂരിനടുത്ത് ചുടുകാട് എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്ത് ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ അവർ റൂം തുറന്നിട്ടിട്ട് പുറത്തും കണ്ട് നിന്ന സമയത്ത് എന്തോ ഒരു സാധനം, ഒരു ചെറിയ സാധനം, എന്താണ് ചേരയാണോ നീർക്കോലിയാണെന്നൊന്നും അവർക്കറിയില്ല, എന്തോ ഒരു സാധനം എഴിഞ്ഞ് കയറിയപ്പോൾ വാല് മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ അവരെന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു റൂം അടച്ചിടാൻ പറഞ്ഞു. അവരെന്തെങ്കിലും റൂം അടച്ചിട്ട് നമുക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്, വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, കാരണം നമുക്കിനി ഒട്ടനവധി കോളുകളുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ കോമ്പൗണ്ടിലാണ് നിൽക്കുന്നത്. നമുക്കെന്തായാലും അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നമസ്കാരം. സുഖമായിരിക്കുന്നല്ലോ? എന്തുണ്ട് വിശേഷം? നല്ല സുഖം. എന്താ പേര്? നമ്മളെവിടെ നിങ്ങളെവിടെ കണ്ടിട്ടുണ്ട്? ഇത് സുഖം. മറ്റേ അദ്ദേഹം നമ്മുടെ ഇവിടെയാണ്. അപ്പോൾ നമ്മൾ പരിചയപ്പെടും. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതങ്ങ് ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. വീടിനെ മേച്ച് അതുപോലെ നിങ്ങൾ അനിയൻ ചേട്ടനാണോ? രണ്ടും ഒരേപോലെ മേച്ചിരിക്കുന്നത് ഉള്ളതിന് എന്തായാലും അടിപൊളി, സന്തോഷം. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ, ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ്? നമ്മുടെ പേരെന്താണ്? അശോകൻ. ഈ അശോക്ജിയുടെ വീട്ടിലാണ് ഈ അതിഥിയുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട് ഇത് വാടകയ്ക്ക് കൊടുത്തിരുന്നത്. അപ്പോൾ പിന്നെ തൊട്ട് മുന്നിലൊരു കടയുണ്ട്, റൂം തുറന്നിട്ടുണ്ട്. അപ്പോൾ എന്തോ ഒരു സാധനം എൻ്റെ വാല് മാത്രമേ കണ്ടുള്ളൂ എന്നാണ് ഇദ്ദേഹം വിളിച്ച് പറഞ്ഞത്. കണ്ടുള്ളൂ. അപ്പോൾ എന്താണെന്ന് അവർക്കറിയില്ല. അപ്പോൾ എന്താ ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവർ കണ്ടു, പോയിട്ടില്ല. ആ സമയം തൊട്ട് ഇവർക്ക് പ്രത്യേകിച്ച് ഇവിടെ കാത്ത്. അപ്പോൾ നമ്മൾ ഇവർക്ക് വേണ്ടി ഒരു ബിഗ് സാല്യൂട്ട്. കാരണം ഇത്രയും നമ്മൾ ഏകദേശം മറ്റൊരു കോളാണ് ഇവർ വിളിക്കുന്ന സമയത്ത്, വേറൊരു കോളായിരുന്നു. ആ കോള് ഇളക്കി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കിട്ടിയില്ല. അപ്പോൾ ഇതിനകത്ത് തന്നെയാണല്ലോ കേട്ടോ, വേറെ വഴിയൊന്നുമില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും തുറന്ന് നോക്കാം. അവർക്ക് കടയിലേക്ക് ഇരിക്കുമ്പോൾ ഒത്തിരി എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനോ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അവരിവിടെ നിന്നിരിക്കും. ഇവിടെ കിടക്കുന്നൊക്കെ ചെറിയ റൂമാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു അടച്ചിടാനായിട്ട് ഇതിനകത്ത് വേറെ സ്വർണ്ണമൊന്നുമില്ല. ഇതെല്ലാം വെറും തുണി വെച്ച് മറച്ചിരിക്കുകയാണ്. അപ്പോൾ വെറുതെ ഒരു കിടക്കാനുള്ള ഷെഡ് മാത്രമാണ്. അപ്പോൾ ഇവിടെയാണ് ഇദ്ദേഹം വന്ന് കയറി എന്നവർ പറയുന്നത്. അപ്പോൾ ഇതൊരു അത്ഭുതം എന്ന് പറയാനും പറ്റില്ല, കാരണം ഇവിടുത്തെ സംബന്ധിച്ച് നമ്മുടെ ചുടുകാട് കുറച്ചപ്പുറത്ത് ശ്മശാനമാണ്. ആ ശ്മശാനത്തിൽ നിന്നൊക്കെ ഞാൻ വേറെ തൊണ്ടിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഒരുപാട് അതിഥികൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പുത്തൻകോട്ട ശ്മശാനത്തിൽ ഇന്നലെ ഒരു അതിഥി അവർ കണ്ടുകൊണ്ടെന്ന് വിളിച്ച് ഞാൻ അവരോട് വിറക് പറക്കി മാറ്റിയിട്ട് കിട്ടിയില്ല. അവിടേക്കാണ് ഒരുപാട് അതിഥികളുള്ള സ്ഥലമാണ്. അപ്പുറത്ത് കിള്ളി 6 അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് പറമ്പുള്ള സ്ഥലം. ഇപ്പോഴാണ് വേക്കൻ്റ്. ഇപ്പോൾ തൊട്ട് ഫ്രണ്ടിൽ വലിയ സ്ഥാപനമുണ്ട്, അവിടെ ഹെലികോപ്റ്ററൊക്കെ ഇറങ്ങുന്നൊരു സ്ഥാപനമാണ്. അതുപോലെ തൊട്ടപ്പുറത്ത് കാടുകയറി കിടപ്പുണ്ട്. അപ്പോൾ ഇതൊരു വലിയ അത്ഭുതം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ചുടുകാലത്തിന് നല്ല ചൂടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പാവം ഇപ്പോൾ ഇന്നലത്തെ വേനൽ മഴയത്ത് മാളത്തിൽ നിന്ന് വെള്ളം കുടിക്കാനോ മറ്റേ പുറത്തേക്ക് ഇറങ്ങി അതിഥിയായിരിക്കും. അവർ ഒരാൾ പറയുന്നത് വാലിൻ്റെ അറ്റമേ കണ്ടു, ഒരാൾ കുറച്ചുകൂടി സൈസ് ഉള്ളവർ തോന്നിയെന്ന് പറയുന്നു. എന്നാലും നമ്മൾ സമയം കളയുന്നില്ല. നമുക്ക് ഈ കിടക്കുന്ന കുറച്ച് സാധനങ്ങൾ ഇതിനകത്ത് തന്നെ നമുക്ക് സേഫായിട്ട് ഒതുക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ അതിഥി ഇതിനകത്ത് തന്നെ കാണാമല്ലോ. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് ഒതുക്കി റെഡിയാക്കാം. അപ്പോൾ എന്തായാലും സന്തോഷം. ആദ്യം നമ്മൾ എന്താ പറയുക, കുടിക്കാനുള്ള വെള്ളമെല്ലാം അതിനകത്താണ് വെച്ചിരിക്കുന്നത്. കുടിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചിരിക്കുന്നതെല്ലാം ഇവിടെയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും അധികം സമയം കളയാനായിട്ടില്ല. അപ്പോൾ നമ്മൾ ഇരിക്കാനുള്ള ബെഞ്ച് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ സാധാരണ വൈകുന്നേരങ്ങളിലൊക്കെ കവലകളിലൊക്കെ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്നത് പോലെയുള്ള ചെറിയ സംരംഭങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമുക്കിത് ഒന്ന് എങ്ങോട്ട് മാറ്റി വയ്ക്കാം, അവിടെ ഇരിക്കും, സേഫായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് അവർ പറഞ്ഞ അപ്പുറത്തുനിന്ന് കയറിപ്പോയെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കി പോവാം, കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് കാണാമല്ലോ, വ്യക്തമായിട്ട് കാണാമല്ലോ. അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ കസാര, കറങ്ങുന്ന കസാര, വീലുള്ള ചെയർ. അപ്പോൾ നമ്മളിവിടെ ഏകദേശം അപ്പോൾ നമുക്ക് ഇനി നോക്കാനുള്ളത് ഇതിൻ്റെ അടിയിലാണ്, കട്ടിലിൻ്റെ അടിയിലാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പല സ്ഥലത്തും ഞാൻ ഈ പാമ്പത്തിയെ പിടിക്കാൻ പോകുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഈ വേസ്റ്റ് മാത്രം, അതായത് ഈ പ്ലാസ്റ്റിക്, അലുമിനിയം, ഇരുമ്പ്, പിത്തളയൊക്കെ തന്നാൽ മാത്രം മതി, നമുക്ക് വേറൊന്നും വേണ്ടെന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷെ ഇവിടെയും ഒത്തിരി അലുമിനിയം കൊണ്ട് പോകുമ്പോൾ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. എന്തായാലും കുറച്ച് സമയത്തേക്ക് നമുക്ക് സൂപ്പറായി. പണ്ട് ജിമ്മിൽ പോയി ഓർമ്മയൊക്കെ വരുന്നുണ്ട്. പണ്ട് കുറച്ച് കാലം ജിമ്മിലൊക്കെ പോയിട്ടുണ്ട്, എൻ്റെ ഓർമ്മയൊക്കെ വരുന്നുണ്ട്. അടിപൊളി, സൂപ്പർ. അപ്പോൾ എന്തായാലും നമ്മൾ
കളയുന്നില്ല. അവർ വ്യക്തമായിട്ട് കണ്ടു. അതിലുപരി നമുക്ക് ഇവരെ പോലുള്ളവർ എപ്പോഴും നമ്മൾ നന്ദി പറയുന്നത് മറ്റൊന്നുമില്ല, ഇവർ നമുക്ക് വേണ്ടി എത്ര സമയം വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. അപ്പോൾ അതൊരു ഏറ്റവും വലിയ, അപ്പോൾ നമ്മുടെ പ്രോഗ്രാം വിജയിക്കാൻ തന്നെ കാരണം എൻ്റെയോ അല്ലെങ്കിൽ ക്യാമറമാന്മാരുടെയോ പ്രൊഡ്യൂസറുടെയോ അസിസ്റ്റൻറ്റിൻ്റെയോ വണ്ടി ഡ്രൈവറുടെയോ ഒന്നും കഴിവുകൊണ്ടല്ല. കാരണം നമ്മളെ ഒരു പാമ്പതിഥിയെ കണ്ട് നമ്മളെ വിളിക്കണം എന്ന് ചിന്തിക്കുന്നവർ, നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ, ഇത്രയും നേരം നമുക്ക് സമയം തരുന്നവർ. കാരണം നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ വരിക, എപ്പിസോഡ് എടുക്കുക, ആ സമയത്തൊക്കെ നമുക്ക് സമയം സമ്മതിക്കുന്നവർ. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ എന്തായാലും ഇവർക്കാണ് യഥാർത്ഥത്തിൽ ബിഗ് സല്യൂട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ പ്രോഗ്രാം കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ കട്ടിലൂടെ ഒന്ന് മാറ്റാം. കട്ടിൽ മാറ്റിയതിന് ശേഷം നമുക്ക് കട്ടിലിൻ്റെ അടിയിൽ കാണുന്നില്ല. നമുക്ക് എന്തായാലും നോക്കാം. ഈ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് സാധാരണ ഓരോ വീട്ടിൽ പോയി ഒരുപാട് സാധനം ഉണ്ടാവും. ഇത് പിന്നെ അത്രയൊന്നും ഇല്ലല്ലോ. ഇത് കുറച്ചേ ഉള്ളൂ, പേടിക്കണ്ടേ. ഈ അലുമിനിയൊക്കെ ഞാനും കൊണ്ടുപോയിക്കോളാം കേട്ടോ. ഇവിടെ എന്തായാലും അതിഥിയില്ല. നമ്മളെന്തായാലും ഒരു കാര്യം കൂടി നമുക്ക് നോക്കണം. ഏതാണെന്നറിയാം, നമ്മുടെ ഈ ഒരു പെട്ടിയിരിപ്പുണ്ട് നമ്മുടെ ക്യാബിളിൻ്റെ. കട്ടിൽ എന്തായാലും നമുക്കൊന്ന് ചെറുതായിട്ട് നീക്കി വയ്ക്കാം. എനിക്കൊരു സംശയമുള്ളത് പിന്നെ ഇതിനകത്താണ് എനിക്ക് സംശയമുള്ളത്. വേറെ എങ്ങോട്ടും പോയിട്ടില്ല. പിന്നെ ഇതിലൊന്നും പോകാണ്ട് ഒരു വഴിയില്ല, മാളങ്ങളൊന്നുമില്ല. പിന്നെ ഇതിലിറങ്ങി ഇതിൻ്റെ മേളിൽ കയറാനായിട്ട് ഇത്രയും ഹൈറ്റുള്ളതുകൊണ്ട് കയറാനും സാധിച്ചു. ഇവിടെ ഇഴഞ്ഞ പാടുണ്ട്. ഇവിടെ നമുക്ക് ഇഴഞ്ഞ പാടം നോക്കാം. അതാ ഈ ചെരുപ്പിനുണ്ട് മണ്ണിൽ ഇഴഞ്ഞ പാട് ഇവിടെ കാണാം നമുക്ക്. ഈ മൂലയ്ക്ക് അപ്പോൾ പോയിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പുണ്ട്. പിന്നെ ഇതിനകത്തെ സാധ്യതയോ ലൈറ്റിങ് തരാമോ? അടിപൊളി. ഞാൻ പറഞ്ഞല്ലോ ഇതായിരിക്കുന്നു. വേറെ ഇടത്തും പോയിട്ട് ഒരു സാധ്യത നോക്കിക്കോളൂ. ഇത് ഇവർ പറഞ്ഞെങ്കിൽ ഇവിടുത്തെ മറ്റേ ചേട്ടൻ പറഞ്ഞു വെച്ചാൽ വളരെ ചെറുതാണ്, വളരെ കുഞ്ഞാണ്. അത്രയേ ഉള്ളൂ, കുഞ്ഞാണ്, വളരെ ചെറുതാണ്. ഈ വിരലിൻ്റെ കനമേ ഉള്ളൂ ആ വാലിൽ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അശോകൻ ചേട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ചെറിയ വാലാണ് കണ്ടതെന്ന് പറഞ്ഞു. പെട്ടെന്നായിരിക്കും കണ്ടത്. മറ്റൊരു പുള്ളി പറയുന്നുണ്ട്, തൊട്ടപ്പുറത്തെ വീട്ടിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇല്ല നല്ല സൈസ് ഉണ്ടായിരുന്നിട്ട് എന്തോ കഴിയുമ്പോൾ. പക്ഷേ ഇവിടെ കണ്ടിട്ട് ഈ മൂലയ്ക്ക് ഇഴഞ്ഞ പാടുണ്ട്, നല്ല സൈസുള്ള അതിഥി ഇഴഞ്ഞ പാട്. എന്തായാലും സന്തോഷം. ഒരാൾ പറഞ്ഞു അത് അണലിയാണെന്ന് പറഞ്ഞു, ഒരാൾ പറഞ്ഞു അണലിയാണെന്ന്. സത്യമാണ്, സമ്മതിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ. അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല. ഇതൊന്ന് മറിക്കുകയാണ്. മറിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അടിയിൽ ഇവർക്ക് കാണാൻ പറ്റും. വിശാലമായിട്ട് കാണാൻ ഇതായിരിക്കുന്നു. പക്ഷെ ഒരു കുഴപ്പമുള്ളത് ഈ പെട്ടിക്കൊരു ഹോളുണ്ട്. പെട്ടിക്കൊരു ഹോളുണ്ട് ഇവിടെ. അപ്പോൾ അത് ചാക്ക് ചുറ്റിയിരിക്കുകയാണ്. ചാക്ക് ചുറ്റി വെച്ചിട്ട് അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല. ഞാൻ ചാക്ക് അഴിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അവരെ കാണാം. അത് എങ്ങനെ ഇരിക്കുന്നു, എവിടെയാണ് ഇരിക്കുന്നത്. അവിടെ ഇവിടെ നമുക്ക് കാണാം. ഒരു കുഴപ്പമില്ലാതെ നമുക്ക് കാണാം. ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഇവിടെ അടിപൊളി ഇതായിരിക്കുന്നു. ഒരു കീടിലാണത്. ചെറുതൊന്നുമല്ല, ഇത് ഒന്നരയല്ല. പ്രത്യേകിച്ച് നമ്മൾ പുള്ളിക്കാരൻ പറഞ്ഞു അത് സെറ്റപ്പാണത്, ഒരു രക്ഷയില്ല. എന്തായാലും ഇവരെ നമ്മൾ പ്രത്യേകിച്ച് ഇവർക്കൊരു നന്ദി പറഞ്ഞേ പറ്റുള്ളൂ. കാരണം നമ്മുടെ അടിപോയി. അടിപൊളി. സത്യം പറഞ്ഞാൽ ഇതൊക്കെ തൊട്ടാൽ
ബാക്കിയില്ല. ഇതൊക്കെ തൊട്ടാൽ ബാക്കിയില്ല. അത്രയ്ക്ക് നല്ല സൈസ്, ഒരു രക്ഷയില്ലാത്ത സൈസ്. ഇതൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ പോലും രക്ഷപ്പെടാൻ സാധ്യതയില്ല. ഇത്രയും നല്ല സൈസുള്ള അണലിയൊക്കെ നമ്മുടെ കേരളത്തിലുണ്ടെന്ന് പറയുന്നത് തന്നെ ഒരു അത്ഭുതമാണ്. കാരണം നമ്മുടെ പ്രോഗ്രാമിലാണ് ഏറ്റവും കൂടുതൽ ഇത്രയും സൈസുള്ള അണലി അതികൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ സൂര്യ പോലും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇത്രയും സൈസ് നോക്കി, ഇതൊരു 1.5 എന്നല്ല, ഇതൊരു 3-3.5 സൈസ് നോക്കിയേ. ഇത് 1-1.5 എന്നല്ല, ഒരു 3-3.5 സൈസ് നോക്കി. ഇതൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അണലി അടിച്ച് മരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള അതിഥികളുടെ കടിയേറ്റിട്ടാണ്. നോക്കിയുള്ളൂ, കണ്ടു കഴിഞ്ഞാൽ ഒരു നല്ല ഒത്ത ഒരു 5 അടിയിലേറെ നീളമുള്ളൊരു അതിഥി. കടി കിട്ടിയാൽ ഒന്നും പറയാനില്ല നമുക്ക്. നല്ല സൈസ് നോക്കികൾ, അതിൻ്റെ തല നോക്കികൾ, വലിയ തല, നല്ല കവിള്, വലിയ കവിള്. അതിൽ പ്രത്യേകത ഉള്ളത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു ആണണലി എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. സൈസ് കണ്ടിട്ട് അതിൻ്റെ ദേഹത്തെ മാർക്ക് കണ്ട്. പക്ഷേ ഇതൊരു ഫീമെയിലാണ്, പെണ്ണ്. ഇദ്ദേഹമൊക്കെ പ്രസവിച്ച് കഴിഞ്ഞാൽ ഒരു 50 കുഞ്ഞിന് മേളിലുണ്ടാവും. 50 കുഞ്ഞിന് മേളിലേക്ക് പ്രസവിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉള്ള ഒരു അതിഥിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് എന്താ പറയുക, ഇവിടെ ഈ കൊളത്തൂർ കഴക്കൂട്ടം ഈ മേഖലയെ സംബന്ധിച്ചിരിക്കുന്ന ഒരുപാട് പാമ്പുകൾ അണലിയുള്ള സ്ഥലമാണ്. ടെക്നോ പാർക്ക് വന്നതിന് ശേഷം അവർക്ക് ജീവിക്കാൻ സാഹചര്യമില്ല. സൗണ്ട് ആയിക്കോളൂ. അദ്ദേഹത്തിൻ്റെ ആ ബ്രീത്തിങ്, നല്ല ഉശിരാട, നല്ല ഉശിട്, ഈ നല്ല ചീറ്റിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് നല്ല പ്രഷറിൽ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. നല്ല പിടിക്കാൻ സാധ്യത, ഇങ്ങനെ പിടിക്കും. അപ്പോൾ എന്തായാലും നല്ല ആരോഗ്യമുള്ളിടത്തോളം നമുക്കത് അപകടമാണ്. പക്ഷേ എന്നാലും ആരോഗ്യം കുറഞ്ഞത് വളരെ അപകടമാണ്. കാരണം ആരോഗ്യം കുറഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്ന് കടിച്ച് കഴിഞ്ഞാൽ തിരിച്ച് ആ പല്ല് എടുക്കാൻ പറ്റില്ല. അപ്പോൾ കടിച്ച് പിടിക്കുമ്പോൾ നല്ല പല്ല് കുറച്ച് നല്ല ബലം നമ്മുടെ ശരീരത്തിൽ കാണാം. അങ്ങനെയാണ് എനിക്ക് 2-3 കളിൽ പത്തനാപുരത്ത് വെച്ച് കളിൽ, പത്തനംതിട്ട ജില്ലയിൽ കോന്നിക്കടുത്ത് വെച്ച് കടി കിട്ടിയത് ഉൾപ്പെടെ, ലോങ്ങിൽ കൊല്ലം ജില്ലയിൽ നമ്മുടെ എന്താ പറയുക ശ്രീനാരായണ ആയുർവേദ മെഡിക്കൽ കോളേജിൽ വെച്ച് കടി കിട്ടിയത് ഉൾപ്പെടെ ഒട്ടനവധി അനുഭവങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ. അതെല്ലാം അണലിയുടെ കടിയാണ്. അതൊക്കെ നല്ല പെയിൻഫുൾ, വേദന ഉണ്ടാകുന്നത്. ഇത് പക്ഷേ ഇതൊക്കെ കടിച്ചതിന് സത്യം പറഞ്ഞാൽ ഞാനാണെങ്കിൽ പോലും രക്ഷപ്പെടാനായിട്ട് സാധ്യത കുറവാണ്. അതിൽ നല്ല ആരോഗ്യമുള്ള ഇത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഇത്രയും അകലത്തിലേക്ക് എത്തിപ്പിടിക്കാൻ സാധ്യത കൂടുതലാണ്. ഇത് കണ്ടാലൊരു പെട്ടെന്നുണ്ടല്ലോ, സാധാരണ പാമ്പിനെ പിടിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പുതിയതായിട്ടുള്ളവർക്കാണ് പെട്ടെന്ന് പറയും ഇത് ആണെന്നേ പറയാം. പക്ഷേ ആണല്ല, പെണ്ണാണ്. ആ വാലിൻ്റെ അവിടെ ആ തടുപ്പ്, വാലിൻ്റെ അവിടെ നിന്നൊരു 8 ഇഞ്ച് അകത്ത് മേളിലേക്ക് പരന്ന് തടിച്ച് വരുന്നത് ഫീമെയിലിൻ്റെ ഒരു പ്രത്യേകത. പെൺ അണലിയുടെ അത് കഴിഞ്ഞ വർഷമെങ്കിലും പ്രസവിച്ച പെണ്ണതിയുടെ പ്രത്യേകത. പക്ഷേ ഈ വർഷം പ്രസവിച്ചില്ല. ഈ വർഷം പ്രസവിച്ചിരുന്നെങ്കിൽ ഇത് ഇത്രയും ആരോഗ്യത്തോടെ ഇരിക്കുകയില്ല. ഈ വർഷം പ്രസവിച്ചിരുന്നെങ്കിൽ നല്ല ടയേർഡായിരുന്നു, നല്ല ടയേർഡായിരിക്കും. പക്ഷേ ഇതെന്തായാലും സൂപ്പർ. ഏകദേശം 10 വയസ്സ്, ഞാനിപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി വെച്ചിട്ടുള്ളതെന്നല്ല, ഏകദേശം 10 വയസ്സിനടുത്ത് പ്രായമുള്ള അതിന് നമ്മളെന്തായാലും ഡോറിങ് അടയ്ക്കുകയാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ഇനി കയറി വീണ്ടും ഞാൻ അത്രയും എടുത്ത് മാറ്റിയിട്ട് അപ്പോൾ നമുക്കിവിടെ കാണാം. ഇത്രയും അകലമൊക്കെ ഈ ഒരു അകലമൊന്നും അവനൊരിക്കലും എന്താ പറയുക, ഒരു വലിയ അകലമല്ല.
എന്നുള്ള അദ്ദേഹം ഇങ്ങനെ കവിള് ഇങ്ങനെ ചലിപ്പിക്കുന്നു. ആ കവിള് ചലിപ്പിക്കുക എന്നാൽ അടുത്ത് കടിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തന്നെ. അടുത്ത് കടിക്കുക, എത്തിപ്പിടിക്കുക എന്നുള്ളതാണ് അദ്ദേഹം തോന്നുന്നത്. ഇങ്ങനെ സ്പ്രിംഗ് ആക്ഷനിൽ ഏത് ഡയറക്ഷനിലേക്കും സ്പ്രിംഗ് ആക്ഷനിൽ കടിച്ചു വരാനുള്ള ഒരു കഴിവ് ഉള്ളൊരു അതിഥിയാണ് അണലി അഥവാ ചേനത്തണ്ട എന്നറിയപ്പെടുന്ന, വട്ടക്കുറ എന്നറിയപ്പെടുന്ന, കണ്ണാടി വിരിയൻ എന്നറിയപ്പെടുന്ന, തേക്കില പുള്ളി എന്നറിയപ്പെടുന്നത്. ഏറ്റവും അപകടകാരി. കേരളത്തിൽ ഏറ്റവും പാമ്പിനെ പിടിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട അതിഥിയാണ് അണലി. രാജവെമ്പാലേക്കാളും അപകടകാരിയാണ്. കാരണം രാജവെമ്പാലയൊക്കെ കടിക്കുമ്പോൾ നമുക്ക് രാജവെമ്പാലല്ലേ നമ്മൾ അത്രയും സൂക്ഷിക്കുക. അണലി എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ കാഷ്വലായിട്ട് പോയി കൈകാര്യം ചെയ്താൽ കടി കിട്ടുവാനും യാതൊരു സംശയമില്ല. പിടിക്കുന്ന സ്ഥലത്തേക്ക് കടി കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഹൂക്ക് വഴി പിടിച്ചാലോ എന്ത് പിടിച്ചാലും പിടിക്കാണ്ട് കടി കിട്ടാനായിട്ട് സാധ്യത കൂടുതലാണ്. ചാടി കുതിച്ച് കടിക്കുന്ന ഒരു അതിഥി, ഏത് ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് കറങ്ങി കടിക്കാൻ കഴിവുള്ള ഒരു അതിഥി. നല്ല സൈസുള്ള, എനിക്കൊന്ന് ഈ വർഷത്തിൽ നമുക്ക് കിട്ടിയ ഏറ്റവും സൈസുള്ള പെണ്ണതിഥി. ചേട്ടാ ചാക്കി വള്ളി ഉണ്ടാട്ടാ, വള്ളി ഇരിപ്പുണ്ടാട്ടാ. അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല. നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. നമ്മൾ അദ്ദേഹത്തെ ചാക്കിലാക്കി. നമ്മുടെ ഇന്നത്തെ നമ്മുടെ നല്ല സൈസുള്ള പെണ്ണണലി അതിഥിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി. നമസ്തേ.